ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻകം ടാക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉള്ളതും അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് പറയാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് പറയുന്നതിന് മുന്നേ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം, ഇൻകം ടാക്സ് ബേസിക് കൺസെപ്റ്റ്. അതിന് മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ ഇൻകം ടാക്സ് ആക്ട് എന്താണെന്നുള്ളത്, പിന്നെ CBDT എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം, ഫിനാൻസ് ആക്ട് നോക്കി വയ്ക്കുക, CBDT എന്താണെന്നുള്ളത്, പിന്നെ എന്താണ് ഇൻകം, വളരെ സാധ്യത കൂടിയൊരു ക്വസ്റ്റ്യനാണ്. ഇൻകം എന്താണ്, അസസ്മെൻറ്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ പിന്നെ പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് പേഴ്സൺ ആരാണെന്നുള്ളത്. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, അസസി ആരാണ്, ഡീംഡ് അസസി, ഡിഫോൾട്ട് അസസി, ഇൻ ഡിഫോൾട്ട്. ഓക്കെ, ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് വന്നു കഴിഞ്ഞു കുറേ തവണ. ഗ്രോസ് ടോട്ടൽ ഇൻകവും ടോട്ടൽ ഇൻകവും ഒക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്താണെന്നുള്ളത്, കാഷ്വൽ ഇൻകം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്, അതിൽ ഈ ഒരു 3 കേസുകൾ എന്താണെന്നുള്ളതും ഈ ബേസിക് കണ്ടീഷനും അതേപോലെ തന്നെ നമ്മുടെ അഡീഷണൽ കണ്ടീഷൻസും പഠിച്ചു വയ്ക്കുക. എന്തായാലും ഇതിൻ്റെ ഒരു തിയറി ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയ സമയത്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചോദിച്ചിരുന്നു ഒരു കമ്പനിയുടെ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ HUFൻ്റെയും അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എഴുതുക. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സൺ, HUF, അതേപോലെ തന്നെ കമ്പനി, AOI, BOP, അതൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ ഒരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്താണ്, ടാക്സ് ലയബിലിറ്റി എന്താണെന്നുള്ളത് ചോദിക്കാം. പിന്നെ ടോട്ടൽ ഇൻകത്തിൻ്റെ സ്കോപ്പ് റിലേറ്റ്, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ മെയിനായിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് ഈ എല്ലാ ആളുകളുടെയും പഠിച്ചു വയ്ക്കുക, അതിൻ്റെ കണ്ടീഷൻ പഠിച്ചു വയ്ക്കുക. അതൊന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അതിൽ മെയിനായിട്ട് നോക്കേണ്ടത് സാലറി എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, പിന്നെ ബേസിക് സാലറിയുടെ കാൽക്കുലേഷനൊക്കെ നോക്കുക, കമ്പ്യൂട്ടേഷൻ, അരിയേഴ്സ്, അഡ്വാൻസ്, ബോണസ്, കമ്മീഷൻ, അലവൻസ്, സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും എന്നുള്ളത്. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പ്ലെയിൻ ഫുള്ളി ടാക്സബിൾ. ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകൾ സാലറിയിൽ ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരുന്നത് HRA എന്താണെന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. HRയുടെ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്തായാലും നോക്കുക. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പിന്നെ നമ്മൾ നോക്കേണ്ട സ്പെഷ്യൽ അലവൻസുകൾ സാലറിയുടെ കേസിൽ ഏതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യം ചോദിച്ചായിരുന്നു, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് ഒക്കെ ഏതാണെന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നു. അപ്പോൾ സാലറിയുടെ ബേസിൽ നോക്കുക, ഫുള്ളി എക്സംപ്റ്റഡ് ചോദിച്ചിട്ടുണ്ട്, ഫുള്ളി ടാക്സബിൾ ആയത് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എക്സംപ്റ്റഡ് അപ് ടു എ സർട്ടൻ ലിമിറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ ചോദ്യം വരാനുള്ളതാണ് പെർക്വിസിറ്റ്സ് എന്താണെന്നുള്ളതും. ഓക്കെ, എന്തിനാണ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്, ആ പെർക്വിസിറ്റ്സിൻ്റെ കാൽക്കുലേഷൻ ചിലപ്പം RFAയുടെ കാൽക്കുലേഷൻ ചോദിക്കാം. പിന്നെ അതിൽ കൂടുതൽ ചാൻസ് വരുന്നത് മോട്ടോർ കാറിൻ്റെ വാല്യുവേഷൻ, RFA, പിന്നെ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. പിന്നെ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. പിന്നെ ഇതാണ് ഇപ്പോൾ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്, ഡിഡക്ഷൻ ഫ്രം സാലറി അണ്ടർ സെക്ഷൻ 16 പ്രകാരമുള്ളത്. അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ സാലറിയുടെ എന്തായാലും ഒരു പ്രോബ്ലം നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക, അതിൻ്റെ കാൽക്കുലേഷൻ. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഞാൻ ചോദിക്കാം, ഇൻകംസ് ഓൺ റിട്ടയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഓക്കെ, ഏതൊക്കെ ഇൻകമാണ് റിട്ടയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുക, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ഏൺഡ് ലീവ്, പെൻഷൻ, കോമ്പൻസേഷൻ, റിട്രീച്ച്മെൻറ്റ്. അതിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഗ്രാറ്റുവിറ്റി സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 2 കാൽക്കുലേഷനും ചോദിക്കുന്നുണ്ട്, ഈ ഒരു ആക്ട് കവർ ചെയ്യുന്നതും കവർ ചെയ്യാത്തതും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ പഠിച്ചോളുക. കമ്മ്യൂട്ടഡ് പെൻഷനൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, ഏൺഡ് ലീവൊന്നും. സാലറിയിൽ അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ. പിന്നെ അടുത്തത് എന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ
എന്താണെന്നുള്ള ഡീംഡ് ഓണേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ സ്പെഷ്യൽ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ് ഇൻകം ടാക്സിൽ എക്സംപ്റ്റ് ആയിരിക്കുന്ന കാര്യങ്ങൾ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എക്സംപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ കാണുക എങ്ങനെയാണെന്നുള്ളത്, കാരണം ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ കമ്പ്യൂട്ടേഷൻ, ആനുവൽ വാല്യൂവിൻ്റെ കമ്പ്യൂട്ടേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. ഇത് രണ്ടെണ്ണമാണ് അവിടെ നമുക്ക് സാധ്യത കൂടുതൽ. പിന്നെ അൺറിയലൈസ്ഡ് റെൻ്റ് എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം. അൺറിയലൈസ്ഡ് റെൻ്റ് എന്താണെന്നുള്ളത്. പിന്നെ അതിൽ അപ്പോൾ എന്തായാലും ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നിർബന്ധമായും പഠിക്കാതെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഈ ഒരു മോഡലിൽ ഇതൊക്കെ തന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോണും അൺറിയലൈസ്ഡും അരിയർ റെൻറ്റും ഇത് തന്നെയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു ഒന്ന്. ഓക്കെ, അപ്പോൾ ഇതിലെന്തായാലും ആ കമ്പ്യൂട്ടേഷൻ പഠിക്കുക. അതേപോലെ തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ളത്, അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് ആ ഡിഡക്ഷൻസ് വരുന്നത് എന്നുള്ളത് ഹൗസ് പ്രോപ്പർട്ടിയിലത്തെ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ കമ്പ്യൂട്ടേഷൻ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ചെയ്യുമ്പം നമുക്ക് ഇതിൽ വരുന്ന ഡിഡക്ഷൻസ്, ആ കാര്യം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇതൊന്നും വല്ലാതെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എപ്പോഴും വാട്ട് ഈസ് ബിസിനസ് അല്ലേ, 15ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബിസിനസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതും എന്തായാലും പഠിക്കുക, ഈ പ്രൊഫഷനും എന്താണെന്ന് പഠിക്കുക. അതെന്തായാലും ഇതുവരെ ചോദിക്കാത്ത കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത ഇതുവരെ ചോദിച്ചിട്ടില്ല. ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഏതാണ്, അല്ലെങ്കിൽ എക്സ്പ്രസ്ലി അലൗ ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡിസലൗഡ് ഇൻകംസ് എന്താണ്. ഇതൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത്ര മാത്രം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ സാധ്യത ഉള്ളത് ഈ ഒരു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇത് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ ചോദിച്ചൊരു ബ്ലോക്ക് ഓഫ് അസറ്റ് എന്തായിരുന്നു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഡിപ്രീസിയേഷൻ കാൽക്കുലേഷനും അഡീഷണലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. പിന്നെ ഡിഡക്ഷൻസ്, എക്സ്പ്രസ്ലി അലൗഡ് ആയിട്ടുള്ള ഐറ്റംസ്, അത് ഡിഡക്ഷൻസ്. പ്രൊഫഷൻ്റെ ഒന്നും പ്രോബ്ലം ചോദിച്ചിട്ടില്ല. നമുക്ക് ആകെ ഒരു പ്രോബ്ലം ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളൂ, അത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പിന്നെ അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അൺഅബ്സോർബ്ഡ് ഡെപ്രീസിയേഷൻ എന്താണെന്നുള്ളത്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നതാണ്, അപ്പോൾ അതൊന്ന് നന്നായിട്ട് നോക്കുക. പിന്നെ സ്പെസിഫൈഡ് പ്രൊഫഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കുക. സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്പെക്യുലേറ്റീവ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോട്ട് ചെയ്തോളാം. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ഗെയിനിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് എന്തായാലും പഠിച്ചു വയ്ക്കുക. ക്യാപിറ്റൽ അസറ്റ്, അതേപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നൊക്കെ ഞാൻ അന്ന് പഠിപ്പിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 36 മാസത്തിലധികം നമ്മൾ കൈവശം വയ്ക്കുമ്പോൾ ആണ് ലോങ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി അതേസമയം ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ 12 മന്ത്സ് ആണെച്ചാലും ബോണ്ടിനൊക്കെ 12 മന്ത്സ് അപ്ലിക്കബിൾ ആണ് എന്നുള്ളത്. ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ 24 മാസത്തിലധികം വയ്ക്കുമ്പോൾ അത് LTC ആയിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും പഠിക്കുക. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്. ഇനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാൻ കമ്പ്യൂട്ടേഷൻ, STCGയുടെ കമ്പ്യൂട്ടേഷൻ നിർബന്ധമായി പഠിക്കുക. LTCG STCGയുടെ നിർബന്ധമായിട്ടും അതിൻ്റെ കമ്പ്യൂട്ടേഷൻ പഠിക്കുക. അതിനൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അതേപോലെ തന്നെ റൈറ്റ് ഷെയർ, ബോണസ് ഷെയർ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ്, ഇത് ക്യാപിറ്റൽ ഗെയിൻസ്, എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 9 പോയിൻ്റ് ക്വസ്റ്റ്യൻസിൽ വന്നതായിരുന്നു. അപ്പോൾ ആ 9 പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ LTCG, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷൻ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അതിൽ വരും. ഇനി ഇതുവരെ ഇത് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇതിന് സാധ്യത കൂടുതലാണ്. LTCGയും STCGയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്, അപ്പോൾ ഇത് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കാനുള്ള കാര്യം. പിന്നെ നമുക്കുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്.
ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു 10 പോയിന്റ്. അപ്പോൾ അതിൽ 18 പോയിന്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു 10 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി പഠിച്ചോളൂ. എസ്സേ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ റെഡി ആയിട്ട്. അപ്പോൾ ഡിവിഡൻഡ് എന്താണ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അങ്ങനെ ഓരോ ഐറ്റംസ്. ഓക്കെ. പിന്നെ അതിൻ്റെ മെത്തേഡ്, കാൽക്കുലേഷൻ, ഇങ്ങനത്തെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രോസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചറൊക്കെ ആണെച്ചാൽ ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ ഇൻറ്റു 100/90, വിന്നിങ് ഫ്രം ലോട്ടറി ആണിൻ്റെ ഗ്രോസ് എമൗണ്ട് ആണെച്ചാൽ കിട്ടിയ എമൗണ്ട് ഇൻറ്റു 100/70 ചെയ്യണം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതായിരുന്നു നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് നമുക്ക് എക്സംഷൻസ് ഉള്ളത്, ഡിഡക്ഷൻസ് ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ സാധ്യത ഉണ്ട്. വാട്ട് ഈസ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാം. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ടത് എക്സംപ്റ്റഡ് ഇൻകംസ് ആണ്. ഓക്കെ. അപ്പോൾ ഇതൊരു ചാപ്റ്റർ അങ്ങനെ എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എല്ലാ അസോസിയേറ്റ്സിനും പറ്റുന്ന ഇൻകം, എക്സെപ്റ്റഡ് ഇൻകം എന്തൊക്കെയാണുള്ളത്, ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഇതിനൊരു സാധ്യത നമുക്ക് കളയാൻ പറ്റിയ ഒരു 10 പോയിന്റ്, എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഒരു 10 പോയിന്റ് പഠിക്കുക. ഓക്കെ. പിന്നെ അതിൽ അടുത്തത് അഗ്രികൾച്ചർ ഇൻകം എന്താണെന്ന് 2 മാർക്സിനൊക്കെ ചോദിക്കാം. അതിൻ്റെ കൈൻഡ്സോ അല്ലെങ്കിൽ അതൊക്കെയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ അത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അഗ്രികൾച്ചർ ഇൻകം എന്താണെന്ന് പഠിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനുള്ളത് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ സെറ്റ് ഓഫ് ലോസ് എന്താണ്, ആ ഒരു കാര്യം. സെറ്റ് ഓഫ് അതർ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ ഹെഡിങ്ങിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ലോസുകളും മറ്റുള്ള ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ലോസുകൾ നോക്കുക. പിന്നെ ക്യാരി ഫോർവേഡ് ലോസ് എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് നോക്കുക. പിന്നെ ഇന്ന ലോസ് ഇതാ. പിന്നെ അത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ക്ലബിംഗ് ഓഫ് ഇൻകം. ഈ ഒരു വേർഡല്ല ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയ സമയത്ത് കണ്ടല്ലോ, മറ്റൊരു അസസിയുടെ ഇൻകത്തിൻ്റെ ഉള്ളിൽ വേറൊരു വ്യക്തിയുടെയും കൂടി ഇൻകം വരുന്ന ആ ഒരു പ്രോസസ്സായിട്ടാണ് ചോദിച്ചത്. അത് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. അത് 3 ക്വസ്റ്റ്യൻ പേപ്പറിലും അത് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ അത് പഠിക്കുക, കാരണം 10 പോയിന്റ് അതിലുണ്ട്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ധാരാളം ചാൻസിലാണ്. പിന്നെ ഇതുവരെ ഇതൊരു കാര്യം ചോദിക്കാനുള്ള സാധ്യത 2 മാർക്കിനൊക്കെ, വാട്ട് ഈസ് ബിനാമി ട്രാൻസാക്ഷൻ എന്നുള്ളതൊക്കെ. ഓക്കെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ടോട്ടൽ ഇൻകത്തിലെ ഡിഡക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ബേസിക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കേണ്ട കാര്യമാണിത്. ഇതിൽ മെയിനായിട്ട് LTCG, STCG, വിന്നിങ് ഫ്രം ലോട്ടറി, ഇൻകം റെഫേർഡ്, ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഇൻകം എല്ലാം കൂടിയിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൽ 8 പോയിന്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക് റൂള് ഡിഡക്റ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അണ്ടർ സെക്ഷൻ 80 വരുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ നിന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ഡൊണേഷൻ ആണ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നമുക്ക് ചോദിച്ച സമയത്ത്. അതായത് ഇത്തരത്തിലുള്ള 100% നോ ലിമിറ്റ് ഡൊണേഷൻ ഏതാ നോക്കുക. 50%, അതിന് ഞാനിങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിരുന്നു. കണ്ടോ, ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ, ഡ്രോട്ട് മാത്രം ഇവിടെ, ബാക്കി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ഒക്കെ ഉള്ളത് 50% നോ ലിമിറ്റ് ആണെന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ ആ ഒരു കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിൽ. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് പിന്നെ ആ വക കാര്യങ്ങൾ മാത്രമാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി, അതിൽ കമ്പ്യൂട്ടേഷൻ, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, എന്തായാലും ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ നിന്ന് നമുക്കത് മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് വാട്ട് ഈസ് റിലീഫ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ റിബേറ്റ് ഓഫ് ടാക്സ്, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. അതേപോലെ വാട്ട് ഈസ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്, ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇവിടെ ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ റെഗുലർ ആൻഡ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. ഓക്കെ. AMT എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആണത്. അപ്പോൾ ആ രീതിയിൽ അത് നോക്കുക. അപ്പോൾ എന്തായാലും ഡിഡക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഇതെന്ന് ഷുവറാണ്.
അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിച്ചോളൂ. എങ്ങനെയാണ് ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം കാണേണ്ടത്, ടാക്സ് ലയബിലിറ്റി കാണേണ്ടത് എന്നുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് വരുന്നത് നെറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് നെറ്റ് ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ റീഫണ്ട് ഓഫ് ടാക്സ് എന്താണ്, അഡ്വാൻസ് ടാക്സ്, റീഫണ്ട് ഓഫ് ടാക്സ്, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന് നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ള ഓരോ ചാപ്റ്റർ വൈസ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ സെമിസ്റ്ററിലെ ഇൻകം ടാക്സ് പേപ്പർ. ഓരോ ഹെഡിലും ഇപ്പം നമുക്ക് നോക്കിയപ്പോൾ തന്നെ വളരെ ക്ലിയറായി എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും ഒക്കെ വരുന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ആ പോയിന്റുകൾ മാത്രം നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്